എല്ലാവർക്കും നല്ല നമസ്കാരം. രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസിലെ പാർട്ട് 4 നാലാമത്തെ വീഡിയോയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ 2 ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്: സർക്കുലർ ക്യൂ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഇങ്ങനെ 2 ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത് സർക്കുലർ ക്യൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്യൂ പഠിച്ചിരുന്നു, അതായത് ലീനിയർ ക്യൂ. ലീനിയർ ക്യൂവിനെ സംബന്ധിച്ച് വേക്കൻ്റായ പൊസിഷൻസ് ഉണ്ടെങ്കിൽ പോലും റിയൽ വാല്യൂ മാക്സിമത്തിലെത്തിയാൽ നമുക്ക് ഇൻസേർഷൻ പോസിബിൾ അല്ലാതെയാവും. വേക്കൻറ്റ് പൊസിഷൻസ് ഉള്ള ഒരു ക്യൂവിൽ പോലും റിയൽ പോയിൻ്റ് മാക്സിമത്തിൽ ആണെങ്കിൽ, മാക്സിമം വാല്യൂവിനെയാണ് പോയിൻ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻസേർഷൻ സാധ്യമല്ല. ഈ ഒരു ഡിസഡ്വാൻറ്റേജ്, ലീനിയർ ക്യൂവിൻ്റെ ഈ ഒരു ഡിസഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നാം സർക്കുലർ ക്യൂ ഉപയോഗിക്കുന്നത്. സർക്കുലർ ക്യൂ എന്ന് പറയുമ്പോൾ ലീനിയർ ക്യൂവിൻ്റെ 2 എൻഡിൽ ഇരിക്കുന്ന ഫ്രണ്ടും റിയറും ഇവിടെ കൂട്ടിമുട്ടുന്നു. അതായത് 2 എൻ പോയിൻറ്റ്സും മീറ്റ് ചെയ്യുന്ന ക്യൂ ആണ് സർക്കുലർ ക്യൂ. അതുകൊണ്ട് തന്നെ ലീനിയർ ക്യൂവിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ സർക്കുലർ ക്യൂവിന് കഴിയുന്നുമുണ്ട്. അടുത്ത ഡേറ്റ സ്ട്രക്ചറാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചേഴ്സിൽ ലീനിയർ ഡേറ്റ സ്ട്രക്ചറും നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറും നമ്മൾ പഠിച്ചു. ലീനിയർ ഡേറ്റ സ്ട്രക്ചർ 3 എണ്ണമായിരുന്നു: സ്റ്റാക്ക്, ക്യൂ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. അതിൽ 3ാമത്തെ ഡേറ്റ സ്ട്രക്ചറാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചറാണ്. അതായത് റൺ ടൈമിൽ ആവശ്യമായ മെമ്മറി നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ആവശ്യത്തിനനുസരിച്ച് മാത്രം മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതാണ് ഇതൊരു ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചറാണെന്ന് പറയുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിനെ നമുക്ക് കളക്ഷൻ ഓഫ് നോഡ്സ് എന്ന് പറയാം. കളക്ഷൻ ഓഫ് നോഡ്സ്. നോഡെന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ പാർട്ടും പിന്നീട് ഒരു ലിങ്ക് പാർട്ടും ഉൾപ്പെടുന്നതാണ് നോഡ്. അതായത് ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് എ ഡേറ്റ ആൻഡ് എ ലിങ്ക്. ലിങ്ക് എന്ന് പറഞ്ഞാൽ പോയിൻ്റർ ടു ദി നെക്സ്റ്റ് നോഡ്. ഇതാണ് ഒരു ഡേറ്റ സ്ട്രക്ചർ. ഇതാണൊരു ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ 3 നോഡുകളുണ്ട്. 1ാമത്തെ നോഡ് ഇത്, 2ാമത്തെ നോഡ് ഇത്, 3ാമത്തെ നോഡ് ഇത്. ഈ ഓരോ നോഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓരോ നോഡിനും 2 പാർട്ടുണ്ട്. ഒന്ന് ഡേറ്റ പാർട്ടും 2 ലിങ്ക് പാർട്ടും. ഡേറ്റ പാർട്ടിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ 25 എന്നുള്ളതാണ് ഡേറ്റ. ലിങ്ക് പാർട്ടെന്ന് പറഞ്ഞാൽ അടുത്ത നോഡിനെ പോയിൻ്റ് ചെയ്യുന്നതാണ്. പോയിൻ്റർ ടു ദി നെക്സ്റ്റ് നോഡെന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് ഈ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അടുത്ത നോഡ്. 2ാമത്തെ നോഡിനും ഒരു ഡേറ്റ പാർട്ടും ഉണ്ട്, അതുപോലെ ഒരു ലിങ്ക് പാർട്ടും ഉണ്ട്. ഡേറ്റ പാർട്ടിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു, ലിങ്കിൽ നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. ഇത് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ഡേറ്റ സ്ട്രക്ചറിലെ ലാസ്റ്റ് നോഡാണ് എന്ന് മനസ്സിലായത്
ഇതിൻ്റെ ഡേറ്റാ പാർട്ടിൽ ഡേറ്റയുണ്ട്. ഇതിൻ്റെ ലിങ്ക് മറ്റൊന്നിനെയും പോയിൻ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ വാല്യൂ നൾ ആണ്. നൾ എന്ന് പറഞ്ഞാൽ ശൂന്യം. ലാസ്റ്റ് നോഡ് ആണ് എന്ന് പറയാൻ കാരണം ഈ നോഡ് മറ്റൊരു നോഡിനെയും പോയിൻ്റ് ചെയ്യുന്നില്ല. അതായത് ഇവിടെ നിന്ന് ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല ഈ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനി മറ്റൊരു പോയിൻ്റർ കൂടി നമുക്ക് പഠിക്കാനുണ്ട്, സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ പോയിൻ്ററാണ്. ഇത് ഫസ്റ്റ് നോഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് ഫസ്റ്റ് നോഡിൻ്റെ ലിങ്കിലുണ്ട്. അതായത് ഫസ്റ്റ് നോഡിൻ്റെ ലിങ്കാണ് സെക്കൻഡ് നോഡിനെ പോയിൻ്റ് ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് നോഡിൻ്റെ ലിങ്കാണ് തേർഡ് നോഡിനെ പോയിൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യാൻ ഒരു ലിങ്ക് വേണ്ടേ? ആ ലിങ്ക് അല്ലെങ്കിൽ പോയിൻ്ററാണ് സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ 2 പോയിൻ്റ് കൂടി നമ്മൾ പറയുന്നുണ്ട്. ദ സ്പെഷ്യൽ പോയിൻ്റർ സ്റ്റാർട്ട് പോയിൻറ്റ്സ് ടു ദി ഫസ്റ്റ് നോഡ്. ഫസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യാനുള്ള പോയിൻ്ററാണ് സ്റ്റാർട്ട്. അതുപോലെ ദ ലിങ്ക് ഫീൽഡ് ഓഫ് ദി ലാസ്റ്റ് നോഡ് ഈസ് നൾ. എല്ലാ ലിങ്ക്ഡ് ലിസ്റ്റിലും ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് ഫീൽഡ് എന്ന് പറയുന്നത് നള്ളായിരിക്കും. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചറാണ്. കൂടാതെ ഇത് കളക്ഷൻ ഓഫ് നോഡ്സ് ആണ്. ഓരോ നോഡും 2 പാർട്ട് വീതമുള്ളതായിരിക്കും. ഒന്ന് ഡേറ്റയും മറ്റൊന്ന് ലിങ്കും. ലിങ്ക് എന്ന് പറഞ്ഞാൽ പോയിൻ്റർ ടു ദി നെക്സ്റ്റ് നോഡ്. ഫസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യാൻ ഒരു പോയിൻ്ററുണ്ട്, അതിൻ്റെ പേരാണ് സ്റ്റാർട്ട്. അതുപോലെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് ഫീൽഡ് നള്ളായിരിക്കും. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻസ് 4 ഓപ്പറേഷൻസാണ് ഇവിടെ പറയുന്നത്. ക്രിയേഷൻ, ട്രാവേഴ്സിങ്, ഇൻസേർഷൻ, ഡിലീഷൻ. 4 ഓപ്പറേഷൻസാണ് ലിങ്ക്ഡ് ലിസ്റ്റിനുള്ളത്. ക്രിയേഷൻ, ട്രാവേഴ്സിങ്, ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. തേർഡ് ചാപ്റ്റർ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. 4 പാർട്ടായിട്ടാണ് നമ്മൾ ഇതിലെ ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.